എറണാകുളം മുനമ്പത്ത് ലിവിംഗ് ടുഗദർ പങ്കാളിയെ കുത്തിക്കൊന്നു. നടു റോഡിൽ വെച്ചാണ് കുത്തിക്കൊന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. എറണാകുളം മുനമ്പം പള്ളിപ്പുറത്ത് സ്വദേശി പലമണ്ടി നഗറിലെ പ്രീതയാണ് കൊലപ്പെടുത്തിയത്. 41 വയസ്സുണ്ട് പ്രീതയ്ക്ക്. പ്രീതയുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന സുരേഷ് എന്ന വ്യക്തി പള്ളിപ്പുറം സ്വദേശി തൈപ്പറമ്പിൽ തോമസിന്റെ മകനാണ്. ഇയാള് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, പെയിന്റിംഗ് തൊഴിലാളിയാണ്. ഇവർ തമ്മിൽ കുറെ നാളുകളായിട്ട് ഒന്നിച്ച് താമസിച്ചു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് പിണക്കമായി. പ്രീതയിലെ സംശയമാണ് സുരേഷിന്. അതുകൊണ്ടാണ് കൊല്ലാൻ കാരണമെന്ന് തോന്നുന്നു. പ്രീതയെ റോഡിൽ വെച്ച് കണ്ടു. അപ്പോൾ തന്നെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. അവരെ നിരന്തരം കുത്തി വീഴ്ത്തി. അവരവിടുന്ന് ഇറങ്ങി ഓടി. വീണ സ്ഥലത്ത് നിന്ന് അവർ ഓടി അടുത്ത വീട്ടിൽ അഭയം പ്രാപിച്ചു. അവര് ബ്ലീഡ് ചെയ്ത് ആ വീട്ടിൽ വീണ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കുഴിപ്പള്ളി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവർ മരണപ്പെട്ടു. അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഇപ്പോൾ ഡെഡ് ബോഡി അവിടെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കാണാം. പെയിന്റിംഗ് തൊഴിലാളിയായ ഇയാളും ഇവർക്ക് 41 വയസ്സായെങ്കിലും കുറെ നാളുകളായി രണ്ടുപേരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഇവരുടെ മുൻ ഭർത്താവിനെ പറ്റി എന്താണെന്ന് നമുക്ക് ഇപ്പം വിവരമില്ല. അതുപോലെ തന്നെ സുരേഷിന്റെ മുൻ ജീവിത രീതിയെ പറ്റി വലിയ വിവരമില്ല. പക്ഷേ മുനമ്പത്ത് പോലീസ് ഇപ്പം കേസെടുത്തിരിക്കുന്നു. അവര് ലിവിംഗ് ടുഗദർ ആയിരുന്നു കുറച്ച് നാളുകളായിട്ട്. ഇയാൾക്ക് ഭാര്യയിൽ വലിയ സംശയം കൂടി. അങ്ങനെയാണ് ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ വന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർക്ക് വലിയ അടുപ്പങ്ങളില്ല. അങ്ങനെയാണ് ഈ പ്രീത റോഡിൽ വെച്ച് ഇയാള് കാണുകയും അയാള് അവരെ കുത്തിക്കൊല്ലുകയും ചെയ്തത്. അവര് കുത്തുകൊണ്ട് ഓടി അടുത്തൊരു വീട്ടിൽ ചെന്ന് കയറി എങ്കിലും അവര് മരണമടഞ്ഞു ആശുപത്രി ചെന്നപ്പം. ഏതായാലും കേരളത്തിലെ ധാരാളം സംഭവങ്ങൾ ഇപ്പം ഇതുപോലെ ഇതേ രീതിയിൽ തന്നെ നടക്കുകയാണ്. ജീവിത പങ്കാളിയായി ലിവിംഗ് ടുഗദറായി അവര് സ്വന്തം ഭർത്താവിനെയും അല്ലെ മക്കളെ ഉപേക്ഷിച്ച് അങ്ങനെ ജീവിക്കുന്ന പലരും മരണപ്പെട്ടിരിക്കുന്നു. അത് ജീവിത പങ്കാളി ഒരാള് മറ്റൊരാളെ കുത്തിക്കൊല്ലുകയാണ്. ഇതൊന്നും ഒരു ശാശ്വതമായ നിലനിൽപ്പിനുള്ള പങ്കാളിത്തമല്ല. കാരണം നമ്മുടെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് വീട്ടുകാരെ ഇടപെട്ട് കല്യാണം കഴിച്ച് മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ അവരുടെ പഠന കാര്യത്തിലും അവരുടെ മുന്നോട്ടുള്ള ജീവിത രീതിയിലും അത് പേരൻസും മാതാപിതാക്കളും ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചില തെറ്റുകൾ ഉണ്ടെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടുകയും അതുപോലെ തെറ്റ് ചെയ്യാനുള്ള വാസനയുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. ആ കുടുംബ പശ്ചാത്തലവും കുടുംബത്തിന്റെ കെട്ടും അങ്ങനെയാണ് പോകുന്നത്. അത് ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ചുള്ളതാണ്. അല്ലാത്ത ഇതുപോലെയുള്ള പല ആൾക്കാരുടെയും ജീവിതം പങ്കാളിയെ കൊല്ലുകയും മറ്റേയാൾ ജയിലിൽ പോവുകയും ചെയ്യുന്നത് ധാരാളം കേസുകൾ വന്നു. ജയിലിൽ ധാരാളം പേര് ജീവിത പങ്കാളിയെ കൊന്നതിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധത്തിന് പോകുന്നവർ സൂക്ഷിക്കുക, നിങ്ങളത് നിർത്തുക. നിങ്ങൾക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അവിവാഹിതനായി കഴിയാനേ പറ്റുള്ളൂ. വേറെ മാർഗമൊന്നുമില്ല. മാർഗം ഉണ്ടെങ്കിൽ അത് നോക്കിക്കൊള്ളുക. പക്ഷേ ഒരാള് മറ്റൊരാളുമായിട്ട് ഇതുപോലെ താമസിക്കുന്നിടത്ത് പൊതുജനങ്ങൾക്കോ അല്ലെ സമൂഹത്തിനോ ഉത്തരവാദിത്വമില്ലാതെ ഇവർ താമസിക്കും. രണ്ടുപേരുടെയും വീടുകളിലെ ആൾക്കാർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല. അവരെ ഒറ്റപ്പെട്ട് ജീവിതം നയിച്ച് ആരെ സംരക്ഷിക്കാതെ പരസ്പരം ബദ്ധ ശത്രുക്കളായി വൈരികളായി മാറി അതിനുശേഷം അവര് കൊല്ലപ്പെടുന്ന ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണറെ, സ്ത്രീയായാലും പുരുഷനായാലും, കൊല്ലുന്ന രംഗമാണ് കേരളത്തിൽ കാണുന്നത്. ഇപ്രകാരം ജീവിക്കുന്ന പല ചെറുപ്പക്കാരുമുണ്ട്. അതില് ചില കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായ കുട്ടികളെ 1-2 സ്ഥലത്ത് ജീവനോടെ കൊന്നുകളഞ്ഞത് നമുക്കറിയാം. കാരണം അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ ഇവർക്ക് കഴിയില്ല. അതൊന്ന്. രണ്ടാമത്, അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ ഇവരെ അപ്പന്മാരും അമ്മമാരും ഉണ്ടാവില്ല. കാരണം അവരെയൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ തേച്ചിട്ടാണ് ഇവർ വെളിയിലേക്ക് പോയിരിക്കുന്നത്. അവര് നേരത്തെയുള്ള കുട്ടികളെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്ത്രീകള് മറ്റൊരാളോട് ജീവിത പങ്കാളിയായിട്ട് പോയ ചരിത്രത്തിൽ അവരെ കൊലപ്പെടുത്തിയ ധാരാളം സംഭവം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തിരിച്ചും ഭാര്യയെ കളഞ്ഞിട്ട് ഭർത്താവ് വേറെ ചില സ്ത്രീകളുമായിട്ട് പോയി താമസിച്ച് അവസാനം അയാളെ കൊല്ലുന്ന, അയാളും മരണപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും ലിവിംഗ് ടുഗദർ അത് വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട്
ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ചുള്ള ജീവിത രീതി ക്രമങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം, സമൂഹത്തിന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള അന്തരീക്ഷം, അതൊക്കെ ഇവിടുത്തെ നമ്മുടെ സിസ്റ്റം, നമ്മൾ വാർത്തെടുത്ത സിസ്റ്റത്തിന്റെ ഗുണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ജീവിച്ചു പോരുന്നത്. കാരണം കുട്ടികളുണ്ടാകുന്ന കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്കും ആ കുട്ടിയുടെ മാതാവിനും പിതാവിനും ഉത്തരവാദിത്തമുള്ള പോലെ വല്യപ്പനും വല്യമ്മമാർക്കും ഉത്തരവാദിത്തമുള്ള ഒരു പ്രത്യേക കുടുംബ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലുള്ളവർ വളരുന്നതും ജീവിക്കുന്നതും. വിദേശ രാജ്യങ്ങളിലൊന്നും അത് നമുക്ക് കാണാനില്ല. പാരമ്പര്യമായിട്ട് ഇത് തന്നെയാണ് ഇന്ത്യയിലെ നമ്മൾ കാണുന്ന എല്ലാ സ്റ്റേറ്റുകളിലും, എല്ലാ ട്രൈബുകളിലും വരെ അങ്ങനെ തന്നെയാണ് നമ്മുടെ പാരമ്പര്യം. വ്യത്യസ്തമായ രീതിയിൽ ജീവിച്ചവരെല്ലാം ഒന്നെങ്കിൽ മറ്റു രീതിയിൽ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് പൊതുവെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രീതയുടെ മരണം അത് ലിവിങ് ടുഗദർ ആയ പങ്കാളി കൊന്ന മർഡർ തന്നെയാണ്. അത് സമൂഹത്തിൽ അംഗീകരിക്കത്തില്ല. ആ പെൺകുട്ടിയെ ഏതായാലും അവർ 41 വയസ്സുള്ളവർ കുത്തുകൊണ്ട് ഓടിപ്പോയിട്ടും അവരുടെ അവസ്ഥ കണ്ടപ്പം ആ ചെന്ന വീട്ടുകാർ ആ പെൺകുട്ടിയെ, ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനമാണ്. അവരെ അഭിനന്ദിക്കുന്ന കാരണം കുറ്റവാളി ആരായാലും ശരി, ക്രിമിനലായാലും ശരി, കുത്തുകൊണ്ട് വേദനപ്പെട്ട് മരണത്തോട് അടുക്കുമ്പോൾ നമുക്ക് മനുഷ്യനെന്നുള്ള ആ പരിഗണന വെച്ച് പെട്ടെന്ന് തന്നെ ആ വീട്ടുകാർ അവർ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. കാരണം ഈ പ്രീതയ്ക്കും ഭർത്താവിനും അവിടെ ചുറ്റുവട്ടത്തുള്ളവരുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. കാരണം അവർ തോന്നിയാസം ജീവിക്കുന്നവരാണ് എന്നെല്ലാവർക്കും അറിയാവുന്നുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്. എങ്കിലും അവർക്കൊരു അപകടം ഉണ്ടായപ്പം ആ ചെന്ന് കയറിയ വീട്ടുകാരെ ആശുപത്രി കൊണ്ടുപോയപ്പം വളരെ ശ്ലാഘനീയമായ പ്രവർത്തിയായിട്ട് പറയാനൊക്കുള്ളൂ. മനുഷ്യനായിട്ട് തന്നെ കാണുന്നു അവരെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരുടെ ജീവിത രീതിയിൽ ഒരു വെറുപ്പ് അവർക്കുണ്ടെങ്കിലും അവർ കുത്തേറ്റ ആളെ ആശുപത്രി കൊണ്ടുപോയി എന്നുള്ളതാണ്. എന്തായാലും എറണാകുളത്ത് മുനമ്പത്ത് പോലീസ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി, കുത്തിക്കൊന്ന ശേഷം കീഴടങ്ങിയെന്നാണ് വരുന്നത്. തോമസിന്റെ മകൻ സുരേഷ് പോലീസിന് ആ വിവരം കിട്ടുന്നത് തന്നെ ഇയാൾ അവിടെ ചെന്ന് കീഴടങ്ങിയപ്പം തന്നെയാണ്. എന്തായാലും ഇതുപോലുള്ള ജീവിത രീതിയിൽ നിന്ന് മലയാളികൾ പിന്മാറണം എന്നാണ് എൻ്റെ അപേക്ഷ.